അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ നമ്മള് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതിന്റെ ഒരു ഉദ്ദേശം വേറൊന്നുകൊണ്ടല്ല. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്താണെന്നുള്ളൊരു തെളിവ് മാത്രമാണ്. അതായത് ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ചോദ്യം ചോദിക്കുന്നത് ഇതാർക്ക് വേണ്ടിയായി ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾക്ക്, അതേപോലെ തന്നെ ഇറാഖ് പ്രേമികൾക്ക് വേണ്ടി, സദ്ദാം ഹുസൈൻ പ്രേമികൾക്ക് വേണ്ടി, ഇറാൻ പ്രേമികൾക്ക് വേണ്ടി, ഗാസ പ്രേമികൾക്ക് വേണ്ടി, പലസ്തീൻ പ്രേമികൾക്ക് വേണ്ടി, ഹമാസ് പ്രേമികൾക്ക് വേണ്ടി, ഹിസ്ബുള്ള പ്രേമികൾക്ക് വേണ്ടി, ഇത്തരം സകല ജിഹാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാഹിർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് മാധ്യമ പ്രവർത്തനം. മാധ്യമം എന്ന് വെച്ചാൽ ഇതാണ് ജനങ്ങളിലേക്ക് നല്ലതിനെ കുറിച്ച്, അതായത് നല്ലതും ചീത്തതും എന്തോ ആണോ അത് അതേപടി എത്തിക്കുകയാണ് മാധ്യമ പ്രവർത്തനം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ജാതി സ്പിരിറ്റ് കയറ്റുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. കാരണം ഞങ്ങളൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർ, ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങള് ഹിന്ദുക്കളായിട്ടും മുസ്ലിംസുമായിട്ടും ക്രിസ്ത്യൻസുമായിട്ടും എല്ലാരും ഇടകലർന്ന് ജീവിക്കുന്ന ആൾക്കാരാ. അതിലേക്കാണ് ഇവനെ പോലുള്ള വിത്തുകൾ വന്ന് വിഷം പാകിയിട്ട് പോകണം. അത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി, അതായത് നിങ്ങളെപ്പോലുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവനെ പോലുള്ളവന്മാര് വേണോ വേണ്ടത് ജനങ്ങൾ തീരുമാനിക്കും. കാരണം നിന്നെയൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ജനങ്ങൾ വിചാരിച്ച നിന്നെയൊക്കെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വരെ കഴിയുന്നൊരു കാലഘട്ടമാണിത്. കാരണം നമ്മള് വെല്ലുവിളിക്കുകയല്ല, കാരണം വെല്ലുവിളിക്കാൻ ഇവനൊന്നും ഒരു ഇരയെ അല്ലാത്തതുകൊണ്ടാണ്. വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവന്റെയൊക്കെ തലയുടെ ഡയപ്പർ അടിച്ചു പോയിട്ട് ഇവനൊക്കെ ഇരുന്ന് കുരയ്ക്കുന്ന കുരയാണിത്. പക്ഷെ ഇത് കാണാനും കുറച്ച് ജനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള പരനാറികളെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല. കാരണം സപ്പോർട്ട് ചെയ്ത ഇവനെ പോലുള്ള വിഷവിത്തുകളാണ് ഇനി വരുന്ന തലമുറയെ ഇങ്ങനെ കാർന്ന് നശിപ്പിക്കുന്നത്. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. അതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതേപോലത്തെ വിഷവിത്തുക്കളെ വളരാൻ വിടണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഇന്റർവ്യൂവിൽ നടന്ന സംഭവത്തെയാണ് ഇത്രയും വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ. അതായത് ഇവനൊക്കെ എങ്ങനെ തല പൊങ്ങുന്നു, എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രണ്ട് ട്രാവലർമാര് തമ്മിലോട്ടുള്ള ഒരു സംഭാഷണമാണ് അത്. അതായത് ഒരു ചാനലിൽ നടന്നൊരു വിഷയമാണ്. നിങ്ങൾക്ക് അവന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് ആ ചാനൽ, ആ ഇന്റർവ്യൂയുടെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് എവിടെയാണ് ജാതി സ്പിരിറ്റ്, അതിൻ്റെ അകത്ത് എവിടെയാണ് സദ്ദാം ഹുസൈൻ ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് എവിടെയാണ് ഇറാൻ ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് എവിടെയാണ് മറ്റുള്ള രാജ്യം ഇരിക്കുന്നത്, ലങ്ക ഇരിക്കുന്നത്. ഇതൊക്കെ ഇവന്മാരാണോ തീരുമാനിക്കുന്നത്? ഒരു മനുഷ്യന് വാതുറക്കാൻ പാടില്ലേ? അതായത് വളർന്നു വരുന്ന, അതായത് ഏറ്റവും ടോപ്പ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ട്രാവലിങ്ങിന്റെ നമ്മളെല്ലാരും കണ്ടിട്ടുള്ള വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. നമുക്കൊന്നും അയാളോട് ജാതി സ്പിരിറ്റ് തോന്നിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാ, നമ്മളത് കാണുന്ന നമ്മൾ എത്തിക്കുന്നത് പല കാഴ്ചകളും, അത് നമുക്ക് ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതേപോലത്തെ വിഷവിത്തുക്കൾ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങൾ ഒരിക്കലും ഇതിനെപ്പോലുള്ളവനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കാൻ, അതായത് അവരുടെ മുൻപ് വിഷം പാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ വിഷബന്ധുക്കൾ നടക്കുന്നത്. അത് നിങ്ങളൊന്നും ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ആരോടും ഇതുണ്ടായിട്ടല്ല. ഞാൻ ഇവന്റെ പേരും പറയുന്നില്ല. ഈ എന്താ ഒരു സംഭവം, ഇങ്ങനെ ഒരു മാറ്റർ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിച്ചത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.